يا قطب أهل السماء والأرض غوثهما يا فيض عين وجودهم وغيثهما ابن الغاليين قد أهرست إرثهما يا خير من كان يودع محي الدين يا قطب أهل السماء والأرض غوثهما ആകാശ ഭൂമികളുള്ള എല്ലാവർക്കും നേതാവായവരെ, ഔസഹുമ അഥവാ ആ രണ്ട് ലോകത്തുള്ള ആളുകൾക്കെല്ലാവർക്കും സഹായിയായവരെ. ഇവിടെ ഖുത്ബ് ഉപയോഗിച്ചു. എന്താ ഖുത്ബ് എന്ന് പറഞ്ഞ? അൽ ഖുത്ബ് എന്ന് പറഞ്ഞ ഹുവൽ ഗൗസുൽ ഫർദ്. അപ്പൊ ഔലിയാക്കളിൽ പ്രമുഖരാണ് ഖുത്ബ്. ഈ ഖുത്ബിന് എല്ലാവരും സഹായിക്കുന്നതാണ് ഖുത്ബാക്ക് ഔസ് എന്ന് പറയാം. അക്കാലഘട്ടത്തിൽ ഔസ് ഖുത്ബ് ഒരാളെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഫർദ് എന്ന് പറയാം. അപ്പൊ അൽ ഗൗസുൽ ഫർദ് എന്നാണ് ഖുത്ബ്. സഹായിക്കുന്ന ആൾ ഒറ്റ ഒരാള്, അതാണ് ഖുത്ബ്. മാത്രമല്ല സ്ഥാനങ്ങളുണ്ട്. അൽ ജാമിഉൽ അഹ്വാലി വൽ മഖാമാതി, സമയങ്ങള്, സ്റ്റാൻഡേർഡുകള്, അവസ്ഥകള്, സ്ഥലങ്ങള്, ഏതിലെല്ലാം ഉന്നത പദവികളുണ്ടോ അത് മുഴുവനും ഒരുമിച്ച് കൂടിയ ഒരാളാണ് ഖുത്ബ്. പിന്നെ കാര്യങ്ങൾ മുഴുവനും അയാളെ കയ്യിലാണ്, അയാളാ നിയന്ത്രിക്കുക. ആ ഖുത്ബിന്റെ പോസ്റ്റിലെത്തിയവരാണ് ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ. ഫഫീ കിതാബിൽ യവാഖീത്തി വൽ ജവാഹിരി, യവാഖീത്തിൽ ജവാഹിർ എന്ന് പറഞ്ഞ കിതാബുണ്ട്. അത് ആർക്കുള്ള കിതാബാന്ന് അറിയോ? ഷെയ്ഖുൽ ഇമാമി അബ്ദുൽ വഹാബ് ഷഅറാനി. ഷെയ്ഖുൽ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി, ഇമാം ഷഅറാനി തങ്ങൾക്കുള്ള കിതാബാണ് അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ പറയുന്ന മഹാനവറുകൾ എന്ത്? അന്നൽ മുറാദ ബിൽ ഖുത്ബി ഫി ഉർഫിഹിം, ഔലിയാക്കളുടെ ഉർഫിൽ ഖുത്ബ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് കുല്ലു മൻ ജമഅൽ അഹ്വാല വൽ മഖാമാതി, എല്ലാ അവസ്ഥകളും എല്ലാ സ്ഥാനമാനങ്ങളും ഒരുമിച്ച് കൂടിയവർ, ഇവർക്കാണ് ഖുത്ബ് എന്ന് പറയാനാണ്. അതാണ് ശാരിഹിയുടെ അൽ ഗൗസുൽ ഫർദു അൽ ജാമിഉൽ അഹ്വാലി വൽ മഖാമാതി എന്ന് പറയാൻ കാരണം. വഖദ് യതവസ്സഊന ഫീ ഹാദൽ ഇത്ലാഖി, ഈ പറയുന്ന വിഷയത്തിൽ അവർ എല്ലാവരും വിശാലമായി നിൽക്കും, ഒന്നിൽ മാത്രം ഒതുങ്ങൂല. അങ്ങനെ വരുമ്പോ യുസമ്മൂന, അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക്, ഇത്തരം സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്ക് പറയാം ഖുത്ബൻ ഫീ ബിലാദി, അവരുടെ നാട്ടിലുള്ള ഖുത്ബ് എന്ന് പറയാം. അല്ലെങ്കിൽ ഔ ബലദിഹിം, അവിടെ നാട്ടിലുള്ള എല്ലാവർക്കും പറയാം കുല്ലമന്താറ അലൈഹി മഖാമും മാ മിനൽ മഖാമാതി, സ്ഥാനങ്ങൾ എന്തേലും ഉണ്ടോ ആ സ്ഥാനങ്ങൾ എന്നുള്ള എല്ലാ സ്ഥാനവും ചുറ്റിപ്പറ്റി വരുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും അംഫറദ ബി സമാനിഹി അലാ അബ്നായി ജിൻസിഹി, അക്കാലഘട്ടത്തിലെ സർവരിലേക്കും നോക്കുമ്പോൾ അവരെക്കാളൊക്കെ അക്കാലഘട്ടത്തിൽ ഈ സ്ഥാനം കൊണ്ട് ചുറ്റി നിൽക്കുന്ന ഒരാൾ മാത്രമാവുകയും ചെയ്താൽ അത്തരം ആളുകൾക്കൊക്കെ എന്ത് പറയാം? ഖുത്ബ് എന്ന് പറയാം. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആത്മീയപരമായിട്ടും ശറയപരമായിട്ടും എല്ലാ ജനങ്ങളും അവലംബിക്കുന്നവരാരുണ്ടെങ്കിൽ അയാൾ ഖുത്ബ് എന്ന് പറയാം. കാരണം ഓരോ കാര്യം നിയന്ത്രിക്കുന്ന അയാളല്ലേ, അങ്ങനെ പറയാന്നാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ വ്യാപകാർത്ഥത്തിൽ ഖുത്ബ് എന്ന് പറയാന്നല്ലേ പറഞ്ഞത്. അപ്പൊ റജുലുൽ ബലദി, ഒരു നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഖുത്ബു ദാലിക്കൽ ബലദി, ആ നാട്ടിലെ ഖുത്ബ് അയാളാണെന്ന് പറയാം. അപ്പൊ ആ നാട്ടിലെ പ്രമാണി അയാളാണ്. റജുലുൽ ജമാഅത്തി, ഒരു സംഘം, ആ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാളെ പറയാം ഖുത്ബു തിൽക്കൽ ജമാഅത്തി, ആ സംഘത്തിന്റെ ഖുത്ബാണ് അയാള്. അപ്പോ
3 സുന്നി സംഘടനകൾ, മറ്റു പല സംഘടനകൾ, ഇവർക്കൊക്കെ നിയന്ത്രിക്കാൻ ഓരോ നേതാക്കന്മാരുണ്ടല്ലോ. അപ്പൊ ആ സംഘത്തിന് നേതാവായ ആളാണെന്ന് പറയാം എന്നതുപോലെ വഹാക്കത് അങ്ങനെ പോകും. അപ്പൊ ഒരു വീട്ടിലൊരാളുണ്ടെങ്കിൽ അയാളെ പറ്റിക്കൊണ്ട് ആ കാര്യം മുഴുവൻ നടക്കുന്നെങ്കിൽ അയാളെ കുറിച്ച് കുത്തുബെന്ന് പറയാം. ഒരു ജില്ലയിലാണെങ്കിൽ ജില്ലയിൽ, സംസ്ഥാനത്താണെങ്കിൽ അങ്ങനെ, രാഷ്ട്രത്തിലാണെങ്കിൽ അങ്ങനെ, ഇനി ജില്ലാ പഞ്ചായത്തിലാവട്ടെ, ഗ്രാമപഞ്ചായത്തിലാവട്ടെ, മേഖലയിലാവട്ടെ, എന്തിലായിക്കോട്ടെ, അവിടെ നേതാവുണ്ടെങ്കിൽ അയാളെ കൊണ്ട് കുത്തുബെന്ന് പറയാം എന്നാണ് പറഞ്ഞത്. വലികുല്ലി അഖ്താബിൽ മുസ്തലിഹ് അലൈഹി ബൈനൽ ഖൗമി, സമുദായത്തിന്റെ ഇടയിൽ സാങ്കേതികപരമായി പറയപ്പെടുന്ന എല്ലാ കുത്തുബീങ്ങൾക്കും ഉണ്ട്. ലാ യകൂനു മിൻഹും സമാൻ, വലാകിൻ ഉണ്ടെന്നല്ല, വലാകിന്നൽ അഖ്താബ അൽ മുസ്തലഹ് അലൈഹിം ഫീമാ ബൈനൽ ഖൗമീന, സമുദായത്തിന്റെ ഇടയിൽ സാങ്കേതികപരമായി പറയപ്പെടുന്ന കുത്തുബുകൾ ലാ യകൂനു മിൻഹും ബിസ്സമാനി, അതാത് കാലഘട്ടങ്ങളിൽ ആ കുത്തുബീങ്ങൾ ഉണ്ടാകൂല, ഇല്ലാ വാഹിദുൻ, ഒരാളല്ലാതെ ഉണ്ടാവൂല. അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആരാ കുത്തുബ് നമുക്ക് തിരിയുന്നില്ല. കുത്തുബുണ്ട്, അതുണ്ടാവുന്ന ബഹുവൽ ഗൗസ്, ആ കുത്തുബ് ആരാണോ അയാളാണ് ഗൗസ്, സമുദായത്തിന്റെ സഹായി അയാളാണ്. ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് കുത്തുബീങ്ങളുണ്ട്. അവരിൽ മൊത്തത്തിൽ എല്ലാവർക്കും കുത്തുബായി വന്നവരാണ് എക്കാലത്തിൽ കുത്തുബ് മുഹ്യിദ്ദീൻ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങൾ. ഇങ്ങനെയാണ് സമുദായത്തിലെ കുത്തുബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. എല്ലാവർക്കും പറയാൻ പറ്റുമെങ്കിലും എല്ലാവരും കുത്തുബൊന്നുമല്ല. സമുദായത്തിന്റെ ഇടയിൽ ഒരു കുത്തുബ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഒരാളെ ഉള്ളൂ, അയാൾ ഗൗസാണ്. ആ സ്ഥാനം നേടിയതാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹ്യിദ്ദീൻ. അതുകൊണ്ടല്ലേ യാ കുത്തുബ് അഖിലിസ്സമാ വൽ അർളി ഗൗസഹുമാ എന്ന് പറഞ്ഞത്. ഇനി വഖാല ശൈഖ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ പറയുന്നു എവിടെ? ഫീ ഫതാവാഹുൽ ഹദീസിയ്യ, മഹാനവറുകൾ രചിച്ച ഗ്രന്ഥമാണ് ഫതാവൽ ഹദീസിയ്യ. നല്ല കിതാബാണ്, അത് വാങ്ങാത്തവരുണ്ട് വാങ്ങിക്കോളി, അത് ഫുള്ളത് വായിച്ചു നോക്കി, എല്ലാതും അതിലുണ്ട്. ഹദീസിൽ നിന്ന് വ്യക്തമായി കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. ഈ ഫതാവ ഹദീസിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നു. എവിടെ പറയുന്നു? ഫീ ജവാബി മാ ഇദ്ദത്തുർ റിജാൽ ഗൈബ്, റിജാൽ ഗൈബിന്റെ എണ്ണത്തെ കുറിച്ച് പറയുന്നതിന്റെ മറുപടിയിലാണ്. ഈ ജവാബി മാ ഇദ്ദത്തുർ റിജാൽ ഗൈബ്, റിജാൽ ഗൈബ് എന്ന് പറയുന്ന സംഘമുണ്ട്. ഗൈബ് അദൃശ്യമായ കാര്യം മാത്രം അറിയും, ജനങ്ങൾക്ക് ആർക്കും അത് അറിയില്ല. അങ്ങനെ അറിയാത്തൊരു കൂട്ടരുണ്ട് റിജാൽ ഗൈബ്. അവരുടെ എണ്ണം എത്ര എന്ന മറുപടിയിൽ അന്നഹു ഖദ് ജഅലല്ലാഹുൽ ഖുതുബ, ആ മറുപടിയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിശ്ചയമായിട്ടും കാര്യം അല്ലാഹു തആല ഖുതുബിനെ ആക്കി വെച്ചു. ദാഇറൻ ഫിൽ ആഫാഖിൽ അർബഅതി, ഈ ലോകത്തിന്റെ 4 മൂലകളിലായി 4 ഭാഗങ്ങളിലായി കൊണ്ട് ഓരോ കുത്തുബിനെ ചുറ്റതായി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അർക്കാനു ദുനിയാ ദുനിയ, അപ്പൊ ഈ ദുനിയാവിന്റെ തൂണുകള് ഫലക്കി ആകാശലോകത്തിന്റെ നിഗന്ധങ്ങളിൽ ഗോളങ്ങൾ എങ്ങനെ റൗണ്ടടിക്കുന്നുവോ അതുപോലെയായിരിക്കും ഈ ദുനിയാവിന്റെ കോണുകളിൽ 4 ഭാഗങ്ങളിലും റൗണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കുത്തുബ്. അപ്പൊ എല്ലാ കാര്യവും അയാളെ കൊണ്ടാണ് ചുറ്റിപ്പറ്റി വരിക. അങ്ങനത്തെ ഒരു കുത്തുബിനെ അല്ലാഹു തആല ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദ് സതറല്ലാഹു അഹ്വാലഹു അൽ ഖാസത്തി വൽ ആമ്മത്തി, വാസ്തവത്തിൽ ആർക്കും അറിയില്ല. അല്ലാഹു തആല ഈ കുത്തുബിന്റെ അവസ്ഥ അതിനെപ്പറ്റി പരിചയിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെ തൊട്ടും പൊതുവെ എല്ലാവരെ തൊട്ടും അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നും കുത്തുബുണ്ട് അറിയില്ല. റിജാൽ ഗൈബിൽപ്പെട്ട കുത്തുബ് ഇന്നും ഉണ്ട്. അവരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. വമകാനതു മിനൽ ഔലിയാഇ കൽ മർകസി മിനദ് ദാഇറതി,
ഔലിയാക്കളെ കൂട്ടത്തിൽ പ്രത്യേകക്കാരാണല്ലോ ഈ പറയുന്ന കുത്തുബ്.